ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ വി.ഡി. സതീശൻ സർക്കാർ ഒരു കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു അവലോകനം എന്ന രീതിയിലൊരു റിപ്പോർട്ട്, ഒരു ധവളപത്രം, വൈറ്റ് പേപ്പർ നമ്മുടെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് കേരള ഫിസ്ക്കൽ ഹെൽത്ത് സ്റ്റേറ്റസ് റിപ്പോർട്ട് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പൊതുവെയുള്ള സമഗ്രമായിട്ട് എല്ലാ മേഖലകളും വിശദീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് വി.ഡി. സതീശൻ ഗവൺമെൻറ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓണസ്റ്റ് അപ്രോച്ചായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടായിട്ട് നമുക്ക് അതിനെ കണക്കിലെടുക്കാം. പക്ഷേ ആ നിലപാട് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം കേരളം എന്ന സംസ്ഥാനം സാമ്പത്തികമായിട്ട് വളരെ അധികം പരുങ്ങലിലാണ്, തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. കാരണം നമ്മൾ കേരളീയരായതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അല്പം എങ്കിലും ഒരു അവയർനെസ്, അവബോധം ഉള്ളത് നന്നായിരിക്കും. നമ്മളുടെ പൊതുകടം എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് അവരുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് എടുക്കുന്ന കടങ്ങളാണ്. പക്ഷേ അത് ടാക്സ് ഓൺ പീപ്പിൾ, ഗവൺമെൻറ് ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എന്താണ് പറയുന്നത്, ബാധ്യതകൾ എന്നുവെച്ചാൽ നമ്മളുടെ ഈ കടങ്ങൾ എങ്ങനെ തിരിച്ച് വീട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജനങ്ങളുടെ മേലടിച്ചേൽപ്പിക്കുന്ന ടാക്സ്, ഉയർന്ന ടാക്സ്, ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, പിന്നെ മറ്റു രീതിയിലുള്ള സെസ്, ഡ്യൂട്ടി, ഒക്ട്രോയ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഇനങ്ങളുണ്ട്. പേരെല്ലാം വ്യത്യസ്തമാണെങ്കിൽ തന്നെയും എല്ലാം നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ് ലോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നതും അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതും എല്ലാം നമ്മളുടെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ കൊടുക്കുന്ന നികുതി, മറ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഈ പറഞ്ഞ പേരുകളിലൊക്കെ അപ്പിയർ ചെയ്യുന്ന ടോട്ടലി ടാക്സ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സ്. സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റ് ടാക്സ് പിരിക്കുന്നില്ല, ഇൻഡയറക്റ്റ് ടാക്സുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ടാക്സ് പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് നമ്മുടെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം പൊതുകടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തികൾ, പൗരന്മാരെ നേരിട്ട് പോയി നമ്മളെടുക്കുന്ന കടമല്ല. പക്ഷേ ഗവൺമെൻറ് എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവഴിച്ചിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും കടം പെരുകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നികുതി അതിൻ്റെ ആ ഒരു കെടുതി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബാധ്യത, ഉയർന്ന സാമ്പത്തിക ബാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് ജനങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിനെ പൊതുകടം എന്നുള്ള ഇതിൽ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ പെൻഷൻ പ്രായം ഉയർത്തുക, അതുപോലെ തന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക. എന്നുവെച്ചാൽ നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുവാൻ വേണ്ടി സ്വകാര്യ നിക്ഷേപങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാനുള്ളൊരു ഇക്കോസിസ്റ്റം ഇവിടെ ഉണ്ടായാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അതുപോലെ തന്നെ കിഫ്ബിയാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ പുനഃസംഘടിപ്പിക്കുക, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കടുത്ത നഷ്ടത്തിലാണ്. ഏകദേശം 78,000 കോടിയിൽ പരം രൂപയുടെ നഷ്ടങ്ങൾ കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേരളത്തെ സംബന്ധിച്ച് ഉയർന്ന സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാക്കി വെക്കുന്ന ചില ഘടകങ്ങളാണ്. ഒരു പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളൊന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ പെൻഷൻ പ്രായം, വിരമിക്കൽ പ്രായത്തിന് സമാനമായിട്ടുള്ള എന്നുവെച്ചാൽ 60 വയസ്സ്, അതും സംസ്ഥാന തലത്തിലാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഈ പറഞ്ഞ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പെൻഷൻ പ്രായം ഉയർത്തുമ്പോൾ ഏകദേശം 6,000 കോടി രൂപയുടെ വിരമിക്കൽ ആനുകൂല്യ ബാധ്യത ഒഴിവാക്കാനാകുമെന്നാണ് ഈ സമിതിയുടെ വിലയിരുത്തൽ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വൈസ് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് മുമ്പിൽ. അത് നടപ്പിലാക്കില്ല എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നമുക്കിപ്പോഴത്തെ നമ്മൾ നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ടുണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്നവരുടെ സാമ്പത്തിക ക്രമക്കേട് കൊണ്ടും, സാമ്പത്തിക അറിവില്ലായ്മ കൊണ്ടും, അവരുടെ കെടുകാര്യസ്ഥത കൊണ്ടും, അഴിമതി കൊണ്ടും, വേറെ എന്താണ് പറയുന്നത്, അച്ചടക്കമില്ലായ്മ കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതുണ്ടാകുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ആര് ഭരിച്ചു കഴിഞ്ഞാലും ഇത് കാലാകാലങ്ങളായി ഭരിച്ച് മാറിയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അക്യുമുലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ സാമ്പത്തിക അവസ്ഥയാണിപ്പോൾ നമ്മൾ നേരിടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ നേരിട്ട ഈ പറഞ്ഞ വൻതോതിലുള്ള അഴിമതിയും, അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയും, ഇതുപോലുള്ള കടമെടുപ്പും, ഈ ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിലൊന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ എല്ലാം
എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ ചിലവഴിച്ചിട്ടുള്ള ആ ഒരു വലിയൊരു അവസ്ഥ ആണ് കേരളത്തെ ഇത്രയും ഒരു എന്താണ് പറയുന്നത് ഈ തകർന്നടിയുന്ന ഒരു സാമ്പത്തിക നിലയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കടമെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്തിൽ ഈ തെറ്റുകളൊന്നുമില്ല. പക്ഷേ ആ കടമെടുക്കുന്ന പൈസ അതിപ്പോൾ നമ്മളൊരു വ്യക്തിയായാലും ഒരു സ്ഥാപനമായാലും ഒരു ബിസിനസ് സ്ഥാപനമായാലും അല്ലെങ്കിൽ ഗവൺമെൻറ് ആയാലും കടമെടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന പൈസ പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിൽ തെറ്റുകളൊന്നുമില്ല. പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖല ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം അത് കൂടുതൽ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കി തരുന്നു. ആസ്തികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും അതിൽ നമുക്ക് മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കുമെങ്കിൽ കടമെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു വ്യക്തി തന്നെ നമ്മൾ കടമെടുത്തിട്ട് പുട്ടുമുട്ടയടിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബാധ്യത കൂടുതൽ കൂട്ടത്തേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു മാസം 10,000 രൂപ വരുമാനമുള്ളൊരു വ്യക്തി സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ കൊണ്ട് ആ വ്യക്തിക്ക് ഉദാഹരണത്തിന് ഈ 10,000 രൂപയ്ക്കുള്ളിൽ ആ വ്യക്തിയുടെ ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. 1000 രൂപ കടമെടുത്തുന്നിരിക്കട്ടെ. അപ്പോൾ അടുത്ത മാസം ഈ കടം തിരിച്ചു കൊടുക്കണമെന്നിരിക്കട്ടെ. കൊടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ 1000 രൂപ കടം തിരിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത മാസവും 10,000 രൂപ ശമ്പളം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വരുമാനം കിട്ടത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ 9,000 രൂപയായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് വേണം വീണ്ടും വർദ്ധിച്ചു വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാനും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും സേവ് ചെയ്യാനൊന്നും കാണത്തില്ല ആ വ്യക്തിക്ക് സേവിങ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊന്നും വേണ്ടി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹെൽത്ത്, ആ വ്യക്തി ഒരു ഫാമിലി റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊന്നും തന്നെ കാര്യമായിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് നമ്മളെ ഒന്ന് മാഗ്നിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ കടമെടുത്ത് ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കടമെടുക്കുന്നതെങ്കിൽ അതിൽ ആസ്തി വർദ്ധിപ്പിക്കാനും പ്രൊഡക്റ്റീവായിട്ടുള്ള ഉൽപ്പാദനപരമായിട്ടുള്ള ഉൽപ്പാദനക്ഷമതയുള്ള മേഖലകളിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനല്ലാതെ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഒരു പ്രൊപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനകാര്യ അച്ചടക്കം, അതായത് ഫിസിക്കൽ ഡിസിപ്ലിൻ എന്നൊക്കെ പറയും. നമ്മൾ ഈ വ്യക്തിപരമായിട്ടുള്ള ടൈമിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഫിസിക്കൽ ഡിസിപ്ലിൻ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ബിസിനസ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ഇക്കോസിസ്റ്റം ഉണ്ടാവണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാൻ ഇവിടെ പറ്റിയൊരു സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമാണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSRTC മുതൽ ഇങ്ങോട്ട് KSEB മുതൽ ഇങ്ങോട്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വൻതോതിലുള്ള എന്ന് പറയുന്നത് ഈ നഷ്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ആകെ മൊത്തം നഷ്ടമെല്ലാം കൂടെ 78,000 കോടി രൂപയാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നതെന്നല്ല. അപ്പോൾ ഈ 78,000 കോടി രൂപയുടെ നഷ്ടങ്ങൾ ഈ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എത്ര ഇനഫിഷ്യൻ്റായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിനകത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. KSRTCയുടെ മാത്രം നെഗറ്റീവ് നെറ്റ്വർത്തായിട്ട് 1,90,000 കോടി രൂപയ്ക്ക് മുകളിലാണ് അവിടെ നെറ്റ്വർത്ത് ഇപ്പോൾ നിൽക്കുന്നത്, നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. KSEBയുടെ 33,000 കോടി രൂപയുടെ നെഗറ്റീവ് നെറ്റ്വർത്തിലാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്രത്തോളം വളരെ എഫിഷ്യൻ്റായിട്ടാണ് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സും പൊളിറ്റീഷ്യൻസും ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ദുരന്തം ഏറ്റുവാങ്ങേണ്ടതെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ KIFBI കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ പ്രവർത്തന രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള എന്നുവെച്ചാൽ റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം. കാരണം അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു വൈറ്റ് എലഫൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞ ഒരു ധവളപത്രം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നതിൽ. ചെറിയ പരിഷ്കാരങ്ങളിൽ കൂടെ എന്തിനും ഇത് പരിഹരിക്കാൻ സാധിക്കത്തില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ അത്യാവശ്യം നല്ല സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം, ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് വേണം, തീർച്ചയായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകണം. ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, എഫിഷ്യൻ്റായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, കറപ്റ്റ് അല്ലാത്ത എഫിഷ്യൻ്റായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് റൺ ചെയ്യണം ഈ ഷോ. ഇതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എഫിഷ്യൻ്റ് ആകണം. ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി താരരാഷ്ട്രീയം കളിക്കുന്ന ആ ഒരു നിലയിൽ തന്നെ മുന്നോട്ട് തുടരുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞ സാമ്പത്തിക പരിഷ്കാരങ്ങളൊന്നും തന്നെ സാധ്യമാകത്തില്ല.
ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ഉണ്ടാകണം. വളരെ പവർഫുള്ളായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വെറും ഈ മന്ത്രാലയം എന്ന് പറയുന്ന പല മന്ത്രാലയങ്ങൾ വെറും അവർക്ക് കട്ടുമോട്ടിക്കാനും അല്ലെങ്കിൽ കറപ്ഷൻ കാണിക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ചില സംവിധാനങ്ങളായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളൊന്നും സാധ്യമാകത്തില്ല. സാമ്പത്തിക പരിഷ്കാരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പവർഫുള്ളായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡപ്പ് ഉണ്ടാകണം. എന്നുവെച്ചാൽ ആധുനിക ലോകത്തിന് അനുയോജ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പം മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല, പക്ഷേ അവർ ക്രിയാത്മകമായിട്ട് ആ ഒരു മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായ മന്ത്രാലയം തീർച്ചയായിട്ടും മാറുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ റൺ ചെയ്യാൻ പ്രാപ്തിയുള്ള എഫിഷ്യൻ്റായിട്ടുള്ള മോഡേൺ ഔട്ട്ലുക്കുള്ള മിനിസ്റ്ററും ലീഡറും പിന്നെ അതിൻ്റെ താഴെയുള്ള ബ്യൂറോക്രാറ്റ്സും ഓഫീഷ്യൽസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാകത്തുള്ളൂ. തനി രാഷ്ട്രീയം രാഷ്ട്രീയം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും സാധ്യമാകത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇക്കണോമിക് റിഫോംസ് വളരെ അത്യാവശ്യമാണ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ, ഇക്കോക്ക് സിസ്റ്റം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനും അത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ അവസ്ഥകൾ മാറണം. റിഫോംസിൽ കൂടെ, പരിഷ്കാരങ്ങളിൽ കൂടി ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന തൽസ്ഥിതി മാറ്റിയെടുക്കുക. ഈ ട്രേഡ് യൂണിയൻ്റെയൊക്കെ നമുക്കറിയാമല്ലോ, വർദ്ധിച്ച അവരുടെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ അവരുടെ ഈ പിന്നെ എന്താണ് പറയുന്നത് വളരെ ഹാർഡ് ലൈൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സമഗ്രമായ ധനകാര്യ ഭരണ സ്ഥാപനം ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ നമുക്ക് ഉടച്ചു വാർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ പവർഫുള്ളായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ തന്നെ. ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സാമ്പത്തികമായിട്ട് അവരെല്ലാം വളർന്നിട്ടുള്ളത് അവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടിയാണ്, പവർഫുള്ളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പിൽ കൂടിയാണ് തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ ഏത് രാജ്യമായാലും ശരി, അല്ല വെറുതെ നമ്മൾ സാമ്പത്തിക വളർച്ച ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെൽപ്പോടെ കൂടി അതിനെ റൺ ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള എന്തായാലും ബ്യൂറോക്രാറ്റ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ബ്യൂറോക്രാറ്റ്സിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ. കാരണം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തലപ്പത്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എഫിഷ്യൻ്റായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിനെയും കറപ്ഷനെ നമ്മൾ തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ വിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ധനകാര്യ പ്രതിസന്ധി വളരെ ഗുരുതരമാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ശമ്പളം, പെൻഷൻ, ഇപ്പോൾ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭൂരിഭാഗവും അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കടമെടുക്കുന്ന പണവും ഈ പറഞ്ഞ ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉൽപ്പാദനപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്നെ കയ്യിൽ കാശൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. എന്നുവെച്ചാൽ കടമെടുക്കുന്ന 100 രൂപ കടമെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 1 രൂപ കടമെടുക്കുകയാണെങ്കിൽ അതിൻ്റെ 80 മുതൽ 90% പൈസ വരെയും ഈ പറഞ്ഞ ഈ മിയർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ശമ്പളം, പെൻഷൻ, ക്ഷേമ പരിപാടികൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മാത്രമേ തികയുന്നുള്ളൂ. ബാക്കി വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ ഈ പറഞ്ഞ വികസന പരിപാടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളല്ലേ വെള്ളത്തിൽ വരയ്ക്കുന്നവർ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് അങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്. നമ്മൾ വെറും വേസ്റ്റായി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. കടം നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി കടവും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും നമുക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. പക്ഷേ അതുകൊണ്ട് നമുക്കൊന്നും പിന്നെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കടുത്ത സാമ്പത്തിക ബാധ്യതയുമാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ വളരെ ഇപ്പോൾ ഒരു ബിസിനസ് ആയാൽ തന്നെയും ബിസിനസ് ഇപ്പം ലോൺ എടുക്കുന്നതിനാണെങ്കിൽ പൊതുവേ നമ്മളൊരു കോമൺ ലോജിക്ക് വെച്ചിട്ട് ബിസിനസ് ലോൺ എടുക്കുന്നതിനാൽ അവർ പുതിയ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, പുതിയ ഇൻഫ്രാസ്ട്രക്ചറിൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അതിനകത്ത് നിന്ന് അവർ പ്രൊഡക്റ്റീവ് ആവുകയും അതിനകത്ത് നിന്ന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയും ആ അഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്ത വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാനും അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ അവർ സക്സസ്ഫുൾ ആകും അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആകും. അത് മറിച്ചാണെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് കൊടുക്കാൻ വേണ്ടി കമ്പനിയുടെ ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള ഡെയിലി എക്സ്പെൻഡിച്ചേഴ്സ് അതിൻ്റെ ഡെയിലി റണ്ണിങ്ങിനുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാനാണ് ലോൺ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി കമ്പനികൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രായോഗിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വ്യക്തിയുടെ കാര്യത്തിലും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലെല്ലാം ഈ സെയിം പ്രിൻസിപ്പിൾ, ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾ സെയിം ആണ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കേരള ഗവൺമെൻറ് ആയാലും ശരി കടമെടുത്ത് ഈ ചെലവുകൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ കടമെടുത്ത പണം ഉപയോഗിക്കുന്നതെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കും ആസ്തി വികസനത്തിനും ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ
തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന ഫലമായിരിക്കും ഇപ്പം നമ്മൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ DAR കുടിശ്ശികൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകളും സർക്കാർ വഹിക്കേണ്ടി വരുന്നുണ്ടെന്നും സമിതി വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ വശത്തു നിന്നും നമുക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത കുടിശ്ശികൾ മാത്രമേ ഉള്ളൂ, എന്നുവെച്ചാൽ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അടി മുതൽ മുടി വരെ കടത്തിലാണ്. അപ്പോൾ സർക്കാരായതുകൊണ്ട് ഗവൺമെൻറ് ആയതുകൊണ്ട് അടച്ചുപൂട്ടുന്നില്ല, അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി ഇല്ലെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്, ഒരു പ്രൈവറ്റ് മേഖല പൊതുവെയുള്ളൊരു കമ്പനിക്ക്, നമ്മൾ പറയുന്ന കോർപ്പറേഷൻ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ, വ്യക്തിക്കൊന്നും ഇത്രയും കൂടി രൂപയുടെ കടബാധ്യത വരത്തില്ല. അല്ലെങ്കിൽ ഈവൻ ഒരു വലിയ കമ്പനിയാണെങ്കിൽ തന്നെ അവർക്ക് ഇത്ര കോടി രൂപയുടെ കടബാധ്യത എന്തെങ്കിലും ഉണ്ടാകത്തില്ല. അതിനു മുമ്പ് തന്നെ ഇത് അവർക്ക് തീർച്ചയായിട്ടും ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലുമൊക്കെ ടേക്ക് ഓവർ ചെയ്യും. പക്ഷേ ഗവൺമെൻറ് ആയതുകൊണ്ട്, സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഭരണകൂടം ആയതുകൊണ്ട് ഇതിനെ ആരും ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നില്ല. ആരും ഇത് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയൊന്നുമില്ല. മിനിമം ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ നടക്കും, തട്ടിക്കൂട്ടി നടക്കും. കാരണം ഇത് ഗവൺമെൻറ്റിനെ അടച്ചുപൂട്ടാൻ സാധിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ഗവൺമെൻറ് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിൽ ഒരിക്കലും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ്. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പുതിയ ഗവൺമെൻറ് ഇത്രയും സത്യസന്ധത കാണിച്ചത് നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം ഇങ്ങനെ ഒരു ധവളപത്രം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി ജനങ്ങൾക്ക് ഒരു അവയർനെസ്, ജനങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചല്ലോ. നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്നൊരു വിഷയം ഇതാണ്. ഒന്നുകിൽ അത് കൈപൊക്കുകയാണോ, കാരണം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി ഞങ്ങൾക്കിത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരിക്കും ഇവിടെ ഗവൺ ചെയ്യുക എന്നുള്ളത് എന്നതിന് വേണ്ടി ഒരു മുൻകൂർ ജാമ്യം എടുത്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതാണ് കേരളത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയർ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അഫെയർ, അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് സ്റ്റേറ്റ് ഓഫ് അഫെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വകാര്യ നിക്ഷേപം ഇതിനകത്തിലെ ഒരു പരിഹാരം തന്നെയാണ്. സ്വകാര്യ നിക്ഷേപം വരിക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ, റിഫോംസ്, പരിഷ്കാരങ്ങൾ, എന്നുവെച്ചാൽ മാറ്റപ്പെടേണ്ട മേഖലകളിൽ പരിഷ്കാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയാൽ മാത്രമേ സ്വകാര്യ നിക്ഷേപങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ഒരു ഈസി പ്രോസസ്സല്ല, പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രയോറിറ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ചുവടുവയ്പ്പുകൾ നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിൽ നമുക്ക് ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അത് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചും നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ കൾച്ചറൊക്കെ വെച്ചും നമുക്ക് റിഫോംസ് എത്രത്തോളം വളരെ ശക്തമായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ഇക്കണോമിക് റിഫോംസ് സാധ്യമാണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ചെലവ് ചുരുക്കൽ മാത്രമല്ല, സ്വകാര്യ നിക്ഷേപങ്ങൾ, ദീർഘകാലത്തിലേക്കുള്ള സ്വകാര്യ നിക്ഷേപങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയും അതുവഴി ഉണ്ടാക്കുന്ന തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെയാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലേ ജോബ് ക്രിയേഷൻ നടക്കത്തുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലേ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഇക്കണോമിക് ഗ്രോത്തിൽ ജോബ് ക്രിയേഷൻ നടക്കും. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിലും ഈ പറഞ്ഞ ജോബ് ക്രിയേഷൻ നടക്കണമെങ്കിലും അതിന് അനുകൂലമായിട്ടുള്ള ഇക്കോസിസ്റ്റം എന്ന് പറയും. ഇക്കോസിസ്റ്റം ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ വളരെ മോഡേണായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള പോളിസികളിൽ കൂടെയും പ്രോഗ്രാംസിൽ കൂടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡപ്പിൽ കൂടെയും റിഫോംസിൽ കൂടെയും, റിഫോംസ് എന്ന് പറഞ്ഞാൽ പഴകി ദ്രവിച്ച നയങ്ങൾ, നിയമങ്ങൾ, സ്ഥാപനങ്ങളെയൊക്കെ എടുത്തു മാറ്റുകയും ആധുനിക ലോകത്തിന് അനുകൂലമായിട്ടുള്ള, മോഡേൺ ലോകത്തിന്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് അനുകൂലമായിട്ടുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ ലോകത്ത് അവൈലബിളായിട്ടുള്ള ടെക്നോളജിയും റിസോഴ്സും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ച്, പിന്നെ പ്രിൻസിപ്പിൾസും മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തിൽ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ IT സേവനങ്ങൾ, റെയറത്തിൻ്റെ വികസനം തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ ഈ ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ ഒരു പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഏരിയാസായിട്ടാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം നമുക്ക് കാര്യമായിട്ടുള്ള മികച്ച രീതിയിൽ, ചൂഷണത്തിൻ്റെ വഴിയിലല്ല, മികച്ച രീതിയിൽ സ്വകാര്യവൽക്കരണം നടത്തുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് നീഡ് ഓഫ് ദ അവറാണ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് മാറ്റേണ്ട കാലം എന്നേ. കാരണം ഇവിടേക്കാണ് നമുക്ക് റിഫോംസ് വേണ്ടത്. ഈ ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ഈ നിയമങ്ങൾ, അതുപോലെ തന്നെ ഭരണ നടപടിക്രമങ്ങൾ, ഭരണ
തരത്തിലൊക്കെ ഒത്തിരി റിഫോംസിൻ്റെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും തന്നെ. അപ്പോൾ അതിനൊക്കെ പരിഷ്കാരങ്ങൾ വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ വ്യവസായം നിക്ഷേപത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ കിഫ്ബിയിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരണം. കിഫ്ബി നമ്മളെ സംബന്ധിച്ച് വലിയൊരു വൈറ്റ് എലഫൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിഫ്ബിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്രോളിയം സെസ്സും വാഹന നികുതിയുടെ വിഹിതവും നേരിട്ട് ഈ പറഞ്ഞ കിഫ്ബിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അത് സർക്കാർ വരുമാനവും കൺസോളിഡേറ്റഡ്, അതായത് എല്ലാ സർക്കാർ വരുമാനവും കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വരണമെന്നുള്ള ഭരണഘടന അനുശാസിക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ അതിന് വിപരീതമായിട്ടാണ് ഇവിടെ അത് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മാറ്റേണ്ടതായിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നേരത്തെയുള്ള ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ട് നമുക്കൊരു എന്താണ് പറയുക യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് കിഫ്ബി എടുക്കുന്ന വായ്പകളും സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വായ്പയായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അങ്ങനെ കണക്കാക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിലവിലെ രൂപം ഇപ്പം കിഫ്ബിയെ ഉപയോഗിച്ചിട്ട് വീണ്ടും കടമെടുക്കുകയും അത് പ്രൊഡക്റ്റീവ് അല്ലാത്ത മേഖലകളിൽ ഉപയോഗിക്കുകയും ഈ പറഞ്ഞ കടബാധ്യതകൾ കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതിനേക്കാളും 1% മുതൽ 1.5% വരെ ഉയർന്ന പലിശയ്ക്കാണ് കിഫ്ബി പണം കടമെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക ബാധ്യതയൊക്കെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കിഫ്ബിയെ പൂർണ്ണമായിട്ടും ധനകാര്യ വകുപ്പിൻ്റെയും ഭരണവകുപ്പുകളുടെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ CAGയുടെ ഈ പറഞ്ഞ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുക എന്നൊക്കെ ഉള്ളത് വളരെ അത്യാവശ്യമാണെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര നാൾ അങ്ങനെയൊന്നും അല്ലായിരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ബാധ്യതയാണ് നമ്മുടെ പൊതുമേഖലയിലെ പുനഃസംഘടന വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് KSRTC, KSEB ഇതുപോലുള്ള വാട്ടർ അതോറിറ്റി ഇതൊക്കെ തന്നെ വൻതോതിലുള്ള നഷ്ടങ്ങൾ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട് തന്നെ ഓരോ വർഷവും കഴിയുന്നതും നഷ്ടങ്ങളുടെ മേൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒന്നുകിൽ പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകിൽ അതിനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിയെടുക്കുക. മെച്ചപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കണമെങ്കിൽ യൂണിയൻ ബ്യൂറോക്രസി, ഓഫീഷ്യൽസിൻ്റെ കറപ്ഷനെ, പൊളിറ്റിക്കൽ കറപ്ഷനെ, അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇടപെടൽ, ഇതെല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. അതൊക്കെ സാധ്യമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും നിർദ്ദേശിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ യൂണിയൻ അനുവദിക്കുമെന്നുള്ളത് നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തന്നെ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSRTCയിലും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലും അതുപോലെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ KSEB ഇതുപോലുള്ള സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി നിലവിലുള്ള തൽസ്ഥിതിയിലുള്ള കൈവശം അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിലവിലുള്ള തമ്പ്രാക്കന്മാരും എന്താണ് പറയുന്നത് അവിടുത്തെ രാജാക്കന്മാരൊക്കെ അനുവദിക്കുകയോ അല്ലെങ്കിൽ സമ്മതിക്കുകയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അപ്പോൾ ഇതിനകത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കിഫ്ബി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മളുടെ ഈ പറഞ്ഞ കടമെടുപ്പ്, ഇതൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ച് വൻതോതിൽ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ്. അതുപോലെ തന്നെ KDISC, KRail, KFON തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃപരിശോധിക്കണം എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ വിരമിക്കൽ പ്രായം ഉയർത്തുക എന്നുള്ളതും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏകദേശം 80% പെൻഷനും പലിശയ്ക്കും വേണ്ടി ചിലവഴിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അറിയാം. ബാക്കിയുള്ള പൈസ വേണം അവിടെ ഇവിടെയൊക്കെ എഡ്യൂക്കേഷനും ഹെൽത്തിനും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനും മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ലോ ആൻഡ് ഓർഡർ. കാരണം കേരളത്തിലൊക്കെ നമ്മൾ ലോ ആൻഡ് ഓർഡർ പോലീസുണ്ട്, പോലീസ് ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഇത് സഫീഷ്യൻ്റ് അല്ല. നമ്മുടെ കേരളത്തിലെ പോലീസുകാരുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10,000-60,000 മാത്രമേ കേരളത്തിലെ പോലീസിൻ്റെ സേനാബലം തന്നെ ഉള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സഫീഷ്യൻ്റ് ആണെന്ന് ചോദിച്ചാൽ സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട പോലീസിങ് സിസ്റ്റം, ഇൻ്റലിജൻസ് സിസ്റ്റമൊക്കെ തന്നെ കൂടുതൽ മോഡേണൈസ് ചെയ്യാനും കൂടുതൽ എന്താ പറയുക മാൻപവറൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാനും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ കൂടുതൽ ആഡ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ തന്നെ നമുക്ക് ഇനഫ് ഫണ്ടില്ല എന്നുള്ള കാര്യം ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തൊഴിലവസരങ്ങൾ, ഉന്നത വിദ്യാഭ്യാസമൊക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ജോബ് ക്രിയേഷൻ ഉണ്ടാകണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ
അനുകൂലമായിട്ടുള്ള ഇക്കോസിസ്റ്റം ഉണ്ടാകണം. ആ ഇക്കോസിസ്റ്റം ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും പരിഷ്കാരങ്ങൾ, ഇക്കണോമിക് റിഫോംസ് ഉണ്ടാകണം. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അവരെത്രത്തോളം അതിനകത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതുപോലെ GST പരിഷ്കാരം, തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക്, ഇതൊക്കെ തന്നെ ഇതിനകത്തിൽ പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധത്തിൽ ആശങ്ക. അപ്പോൾ അത് ആശങ്കപ്പെട്ട് കാര്യമില്ല. കാരണം കേന്ദ്ര നീതികളിലെ സെസ്സുകളും സർചാർജുകളും വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിനെ സംബന്ധിച്ച് നഷ്ടമാണ്. കാരണം ഇതെല്ലാം കേന്ദ്രത്തിനാണ് പോകുന്നത്, സംസ്ഥാനങ്ങൾക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ അതൊക്കെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വടംവലി അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള മേഖലകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ റിപ്പോർട്ടുകളിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്നത്. എന്തു തന്നെ പറഞ്ഞാലും ശരി, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സമസ്ത മേഖലകളിൽ നിന്നും കേരള നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് നിലനിൽക്കുന്നത്. ഒരു രീതിയിലും നമുക്ക് ഇതിനകത്തിൽ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് കരകയറാൻ സാധിക്കത്തില്ല. കേരളത്തിന് ഇപ്പോൾ അത്യാവശ്യം വളരെ ബോൾഡായിട്ടുള്ള ലീഡർഷിപ്പും ആ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന റിഫോംസ്, ഇക്കണോമിക് റിഫോംസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഇക്കണോമിക് റിഫോംസ് പറഞ്ഞാൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് ഈ പ്രശ്നബാധിത പ്രദേശത്തു നിന്ന് നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നാണ് തൽക്കാലം നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.